ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സ്പാർക്ക് ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് പറ്റുന്നൊരു സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നത് കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റിയില്ല. നമുക്ക് കുറേ പ്രോബ്ലംസൊക്കെ ഇപ്പോൾ മാൽദീവ്സിൽ നടക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് കരുതുന്നു. നമുക്കിവിടെ ഇപ്പോൾ ഒരു റെമിറ്റൻസ് ഇഷ്യൂ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോ ഇപ്പം ഷെയർ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാനിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി നാട്ടിലായിക്കോട്ടെ, അതുപോലെ ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ, മാൽദീവ്സിലായിക്കോട്ടെ, എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോകുന്ന ഒരു ന്യൂസാണ് മാൽദീവ്സിലെ റെമിറ്റൻസ് ഇഷ്യൂ എന്ന് പറയുന്നത്. കുറേ പേർക്ക് ഇത് അറിയാത്തതായിട്ടുണ്ടായിരിക്കാം, കുറച്ചധികം പേർക്ക് ഇത് അറിയുന്നതായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അറിയാൻ പാടില്ലാത്തവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. എന്നാലും അറിഞ്ഞവർക്കും കുറച്ചും കൂടി ഒരു അപ്ഡേറ്റും കുറച്ചും കൂടി ഇൻഫർമേഷനും ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ വീഡിയോ എസ്പെഷ്യലി ഇനി മാൽദീവ്സിലോട്ട് വരാൻ നിൽക്കുന്നവർക്കും ഒരു ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. തീർച്ചയായിട്ടും അതൊരു നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇത്ര പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരുപാട് ലോങ് ആകുന്നൊന്നുമില്ല. നമുക്കിപ്പോൾ റെമിറ്റൻസ് ഇഷ്യൂ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നാട്ടിലെ ന്യൂസൊക്കെ ഭയങ്കരമാണ്. സോ അപ്പോൾ നമുക്ക് റെമിറ്റൻസ് ഇഷ്യൂ എന്താണ് എന്ന് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായി. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരല്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. അത് എന്നതായിരിക്കും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെ ആയിട്ട് അവർക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവണമെന്നില്ല. എന്നിരുന്നാലും അത് ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യുകയാണ്. റെമിറ്റൻസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതിന് ഇയേഴ്സ് മുന്നേ ഒക്കെ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വെട്ടിക്കുറച്ച് ഞാൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ SBI ബാങ്ക് വഴിയാണ് നമുക്ക് ലീഗലി നമ്മുടെ നാട്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മാർഗം. ഓക്കെ, അപ്പോൾ SBI നമുക്ക് നേരത്തെ ഞാൻ വന്ന ഒരു ടൈമിൽ നമുക്ക്, അതായത് ഞാൻ വന്ന ടൈമെന്ന് പറയുന്നില്ല, നമുക്ക് ഈ ലാസ്റ്റ് മന്ത് വരെ, അതായത് 2025 സെപ്റ്റംബർ വരെ നമുക്ക് $400 SBI ബാങ്ക് വഴി അയക്കാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ വന്നതിന് ശേഷമാണ് പറയുന്നത് ഈ ലിമിറ്റേഷൻ. ഇതിൽ കൂടുതൽ ലിമിറ്റേഷൻ ഇയേഴ്സ് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ $400 ആയിരുന്നു ഞാൻ ഈ ലാസ്റ്റ് മന്ത് വരെ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 34,000 രൂപയോളം വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇപ്പം അതവർ സഡൻലി ഈ ഒരു മന്ത് അവർ സഡൻലി അത് വെട്ടിക്കുറച്ചിട്ട് ഒരു $150 ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് $150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ വെറും 13,000 രൂപയാണ് നമുക്ക് മാൽദീവ്സിൽ നിന്ന് അങ്ങോട്ടേക്ക് ലീഗലി ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ മേ ബി ഇൻ ഫ്യൂച്ചർ അത് ചിലപ്പോൾ പ്രോബ്ലം ആയേക്കാം. ആയവരും ഉണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൃത്യമായി വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലീഗലി അയക്കാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ 13,000 രൂപയാണ്. അപ്പോൾ ഈ അതിനെതിരെ നമ്മൾ ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളും നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ, ഇവിടുത്തെ സകലമാന ആൾക്കാർക്ക് നമ്മൾ കംപ്ലയിൻസും കാര്യങ്ങളും ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ട് നടക്കുകയാണ്. നമ്മുടെ മാൽദീവ്സിലുള്ള ഇന്ത്യൻ സ്റ്റാഫുകളായിട്ടുള്ള ടീച്ചേഴ്സ്, അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് അതിനെതിരെ പോരാടുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു റിസൾട്ട് നമുക്കിതുവരെ കിട്ടിയില്ല. എന്നാണ് അവരതിനുള്ള റിസൾട്ട് തരുന്നത് നമുക്കറിയില്ല. സ്റ്റിൽ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴും ഏജൻസികൾ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് വേക്കൻസീസും അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഞാൻ പറയാൻ വന്നത്, ഒരു ഏജൻസി ഇനി പുതിയതായിട്ട് ഇന്ത്യയിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ 4 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം രൂപ വരെ ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് മാൽദീവ്സിലോട്ട് വരാൻ നിൽക്കുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്നും കൂടെ റീതിങ്ക് ചെയ്തിട്ട് വേണം മാൽദീവ്സിലോട്ട് ഇപ്പോൾ കയറി വരാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഈ റെമിറ്റൻസ് ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ലീഗലി ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ഏത് കൺട്രി ആണെങ്കിലും നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് ഒരു വ്യക്തത വരുന്നത് വരേക്കും നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ഫ്രം മൈ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
ബാക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏജൻസിക്ക് ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ മാൽഡീവ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്ര നാൾ കൊണ്ട് ആ ഒരു പൈസ നിങ്ങൾക്ക് കടം വീട്ടി തീർക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒന്നും കൂടെ റീത്തിങ്ക് ചെയ്യുക. കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് എനിവേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാം. ഒന്നില്ലെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ ഈ ഒരു സ്റ്റെബിലിറ്റി തന്നെ പോകാം, നമുക്കറിയില്ല. അപ്പോൾ അതുവരേക്കും ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കുക. ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴും റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുക. കുറേ പേർക്ക് പറയാൻ ടെൻഷനുണ്ട്, ഞാൻ OET എഴുതിയതിൻ്റെ അതിൻ്റെ ആ ഒരു റിസൾട്ട് എക്സ്പയറി ആകാറായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു കോള് വന്നിട്ട് കട്ടായതാണ്. ശരി, അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നത് നമ്മൾ OET ഒക്കെ എക്സ്പയർ ആകാറായത് ഭയങ്കര കൺസേൺ ആണ് എല്ലാവർക്കും. അപ്പോൾ OET എക്സ്പയർ ആകാറായി എന്ന് കരുതിയിട്ട് നിങ്ങളൊരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ വരുന്നത്? അതിന് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. എന്താണേലും ഒരുപാട് നാളൊന്നും എടുക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഐ എം നോട്ട് ഷുവർ, ബട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്താണ് ഒരു അപ്ഡേറ്റ്, എന്താണ് ഒരു റിസൾട്ട് എന്നുള്ള കാര്യം. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അതിലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതിന് ഫസ്റ്റ് ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നമ്മുടെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഒരു വ്യക്തത വന്നു കഴിയുമ്പം നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം അപ്പോൾ അതുവരേക്കും എല്ലാവരും ക്ഷമയോടെ ഒന്നിരിക്കുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം നടത്താം. അപ്പോൾ പുതിയ അപ്ഡേറ്റിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.